വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ കൂടെ ഞാൻ CCP അതായത് 2021 ജൂലൈ ബാച്ചാണ്. എൻ്റെ കൂടെ ക്ലാസ്സിലിരുന്നിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇങ്ങനൊരു സംഗമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചാണ് എല്ലാവരെയും കാണുന്നത്, പ്രത്യേകിച്ച് നമ്മളുടെ ടീച്ചേഴ്സിനെ. ഞാനും CCP സീഡ് ഇൻ്റർനാഷണൽ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിലും നമ്മുടെ മുഹമ്മദ് സാർ പറഞ്ഞ പോലെ ആ ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ ലൈഫിലും മാറ്റം വരുത്തിയത്. സാറിൻ്റെ മോള് തന്നെയാണ് എനിക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്തി തരുന്നത്. ഓൺലൈനിലൂടെ കൂടി കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു അത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന പോലെ സെയിം ടേസ്റ്റ് ഉള്ളവർ എങ്ങനെയെങ്കിലും ഒരുമിക്കുമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളും ഒരുമിച്ചു. ഞങ്ങളുടെ പല സംസാരങ്ങളും ഒരേ ദിശയിലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനൊരു കോഴ്സ് ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ ഉപ്പ ഉണ്ട്, നീയും വാ. അങ്ങനെ കൂടെ കൂടി. പക്ഷേ ബുക്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഫാമിലി ഒരു സ്റ്റുഡൻറ്റ് മാത്രമല്ല, നമ്മളൊക്കെ ഭാര്യയാണ്, ഉമ്മയാണ്, മരുമകളാണ്. ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചപ്പോൾ പല ബ്ലോക്കുകളും ഉണ്ടായിരുന്നു. അത് അവളടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അവിടെയൊക്കെ നല്ല മോട്ടിവേഷനാണ് തന്നിരുന്നത്. അതിലൂടെ ഞാൻ മനസ്സിലാക്കി, നമുക്കൊരു മോട്ടിവേഷൻ തരാൻ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കുകളെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന ഒരാൾ, ആ രീതിയിൽ പറയാൻ കഴിയുന്ന ഒരാളോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആവാനോ കഴിഞ്ഞാൽ പല ആളുകളെയും നമുക്ക് അവരുടെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാനും ഒരു സക്സസ് ആക്കി മാറ്റാനും കഴിയുമെന്നുള്ളത്. അതിലൂടെ ഞാൻ ഈ CCP സീഡ് ഇൻ്റർനാഷണൽ തിരഞ്ഞെടുത്തു. അവിടെ പറയേണ്ട ഒരു കാര്യം, എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. ഞാൻ ഷബ്ന മാഡത്തിലൂടെയാണ് കോർഡിനേറ്റർ, അവരിലൂടെയാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ആ സമയത്ത് ഞാൻ ചോദിച്ചു കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഈ പറഞ്ഞ പോലെ 3 അസൈൻമെൻറ്റ്, ഇൻറ്റേൺഷിപ്പ്, ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ എന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. കറക്റ്റ് ആ ഒരു സമയത്ത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ ഗ്രൂപ്പ് വീണ്ടും ചെറിയ ഗ്രൂപ്പുകളാകുന്നു. അതിലൊരു ലീഡറെ കിട്ടുന്നു. നല്ല സപ്പോർട്ടീവായിട്ടുള്ള നമ്മുടെ മേരി ആയിരുന്നു എനിക്കുള്ള ലീഡർ. അതിലുള്ള മെമ്പേഴ്സ് എല്ലാവരും നല്ല സഹകരണമായിരുന്നു, എടുത്തു പറയുന്നേ വേണം. ഓൺലൈനിലൂടെയുള്ള ഒരു കണക്ഷനാണെന്ന് കരുതിയിട്ട് അവിടെ വേറെ ഉള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നമ്മളുടെ പഠനത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ കോഴ്സ് ചെയ്തത്. പിന്നെ ഷർഫുദ്ദീൻ സാറ് പറഞ്ഞ പോലെ ആകെ വീഡിയോ ഓൺ ചെയ്താൽ ആ ചൂരൽ കസേരയും, ഇനിയിപ്പോൾ വൈറ്റ് ഹൗസിലാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ള സോഫയാണ് കാണാറുണ്ടായിരുന്നത്. സാറിൻ്റെ വൈഫ് ഹൗസാണ് സാർ വൈറ്റ് ഹൗസ് എന്ന് ഉപമിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ ജയശ്രീ മാം എടുത്തു പറയേണ്ടതാണ്. തിങ്കളാഴ്ച വരുന്ന ഫണ്ടമെന്റ്സ് ഓഫ് കൗൺസിലിങ്ങും ബുധനാഴ്ചയുള്ള ബേസിക് സൈക്കോളജിയും അതുപോലെ വെള്ളിയാഴ്ച വരുന്ന കൗൺസിലിംഗ്, സ്കൂൾ ഓഫ് കൗൺസിലിംഗ്, ഈ 3 ക്ലാസ്സും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു. ഞാൻ ഒരു ക്ലാസ്സും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അഭിമാനപൂർവ്വം പറയാം. അത് ലൈവിൽ പിന്നെ വീഡിയോ ഓൺ ചെയ്തിട്ടല്ല, അതുപോലെ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ ഇരുന്നിട്ടൊന്നുമില്ല. പക്ഷേ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടി ചെയ്യുന്നുണ്ടാവും, ക്ലാസ്സും കേൾക്കുന്നുണ്ടാവും. കാരണം മക്കളുണ്ട്, വീട്ടിൽ വയ്യാത്ത മദറിൻലോ ഉണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അതിൻ്റെ ഇടയിൽ എനിക്ക് ഇതും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ഞാൻ എഴുതി വെച്ചൊരു ഡ്രീമാണ് ഈ ഒരു വേഷത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റണം എന്നുള്ളത്. അത് എനിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ CCPയുടെ ഒരു കോൺവെക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്തോ ഷബ്ന മാം ഇട്ട സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, ഇത് നമുക്കുണ്ടാകും, നിങ്ങൾക്കില്ലാണ്ടോ എന്ന് പറഞ്ഞു. അന്ന് എന്തായാലും ഇത് നേടിയേ പറ്റുള്ളൂ. കാരണം അത്രയും പ്രചോദനമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ തരുന്നത്. പിന്നെ നമ്മൾ സീഡ് തിരഞ്ഞെടുത്തതിലുള്ള ഒരു അഭിമാനം തോന്നിയൊരു നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ, എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാം ഹാളിൽ കയറിയ സമയത്ത് അവിടെ വന്നിട്ടുള്ള പല കുട്ടികൾ അവർ തിരഞ്ഞെടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ്സുകൾ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. പല ഏരിയകൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ക്ലാസ്സും കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു, വൈവക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഏരിയകളും നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നു. അതുപോലെ നമ്മുടെ ആസിഫ് സാർ നമുക്ക് പണി തന്നിട്ടുള്ള മോഡൽ എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മോഡൽ എക്സാമിലൂടെയാണ്
ആ പുസ്തകമൊക്കെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിട്ട് ഞാനും അമ്മാനിയൊക്കെ സൂമിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്ക് ഒരു വെറുതെ ഒരു കോഴ്സ് ചെയ്യുന്ന പോലെയല്ല, നല്ല ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഒരുപാട് സന്തോഷമുണ്ട് സീഡ് ഇൻ്റർനാഷണൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നതിൽ. പിന്നെ ഷർഫുദ്ദീൻ സാറും ജയശ്രീ മാമും നമുക്ക് തിയറി മാത്രമല്ല തന്നിട്ടുള്ളത്, പ്രാക്ടിക്കലാക്കി നമുക്ക് തന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഈ നേരത്തെ നമ്മുടെ സഹപാഠി പറഞ്ഞ പോലെ തന്നെ എപ്പോൾ ഒരു സംശയം ചോദിച്ചാലും അതിന് റീപ്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ ജയശ്രീ മാമിനായിട്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സംസാരിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ പോലും കറക്റ്റ് റീപ്ലേ എനിക്ക് തരാറുണ്ട്. ഇനി റീപ്ലേ തരാൻ പറ്റാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ മോളെ ഞാൻ പിന്നീട് തരാട്ടോ, ഇങ്ങനെ ബിസിയാണെന്ന്. അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു ഏരിയയുമായി കുട്ടികളുടെ ഏരിയയുമായിട്ടുള്ള ഒരു ജോബാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേരൻസ് നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ തിരക്കാണെങ്കിലും ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനമാണ്. അതായത് നമ്മൾ ആ മാമിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മാം എൻ്റെ വോയിസ് കേട്ടു, എനിക്ക് റീപ്ലൈ തരുമല്ലോ, ആ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അത് എനിക്കിപ്പോൾ ഇവിടെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് പ്രാക്ടിക്കലിലൂടെയാണ് നമ്മുടെ ടീച്ചേഴ്സ് കാണിച്ചത്. അതുപോലെ ഷർഫുദ്ദീൻ സാറും എന്ത് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണെങ്കിലും അത് തലതിരിഞ്ഞ ചോദ്യമാണെങ്കിലും ഒരു ഉത്തരം അതിന് കണ്ടെത്തി തരാറുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ സമൂഹത്തിന് ഒരു നമ്മളിവിടെ ജീവിച്ചിരുന്നിരുന്നു എന്നുള്ളതിന് ഒരു സിഗ്നേച്ചർ നമുക്ക് എല്ലാവർക്കും ചാർത്തിക്കെടുക്കാൻ കഴിയട്ടെ. അതിന് സീഡ് ഇൻ്റർനാഷണൽ ഒരു കാരണമാവട്ടെ. ഇത് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. സീഡ് ഇൻ്റർനാഷണൽ ഇനിയും വളർന്ന് പന്തലിച്ച് ഒരുപാട് പേർക്ക് തണലേകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം എടുത്ത് പറയണം, എൻ്റെ കൂടെ എൻ്റെ ഉപ്പയും എൻ്റെ മക്കളും പിന്നെ ഫാമിലിയും വന്നിട്ടുണ്ട്. പേരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ മക്കളെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല. അവർ 3 പേരുണ്ട്, 2 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. എന്നാലും അവർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇമ്മച്ചി പഠിക്കാണ്ട് ഇങ്ങനെ ഉണ്ട് ചെയ്യാണ്ട് എന്ന് പറയുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കി എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ ഒരു ചെറിയൊരു വിഷമമുള്ളത്, ഈ ഒരു സദസ്സിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ 7 മാസം മുന്നേ മരണപ്പെട്ടു. അപ്പോൾ എക്സാമിന് എന്നെ പറഞ്ഞയച്ചിട്ട് തന്ന ആളാണ്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആളില്ല. ആ ഒരു വിഷമം കൂടിയുണ്ട്. ഏതായാലും എല്ലാം നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ നല്ലൊരു സ്വീകരിക്കുന്ന ഒരു കാര്യം കൂടി ആവട്ടെ. അതായത് നമ്മളുടെ ലോകരക്ഷിതാവ് സ്വീകരിക്കുന്ന ഒരു കാര്യം കൂടി ആവട്ടെ എന്നും കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.